ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ കോഴിക്കോട്ടെ കോടതിയുടെ ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട്. കേസ് നമ്പർ CC 36/2023. VR സുധീഷിന്റെ കേസിൽ പ്രതിക്ക് അറസ്റ്റ് വാറന്റ് ഉണ്ട്. അത് നോൺ ബെയിലബിൾ അറസ്റ്റ് വാറന്റ് ആണ്. ഈ നോൺ ബെയിലബിൾ അറസ്റ്റ് വാറന്റ് ആർക്കെതിരെയാണ്? MA ഷഹനാസിനെതിരെയാണ്. ഈ അറസ്റ്റ് വാറണ്ട് വന്നിരിക്കുന്നത് എപ്പോഴാണ്? 2023. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു അറസ്റ്റ് വാറണ്ട് ഉള്ള ഷഹനാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. 2023 നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒരു അറസ്റ്റ് വാറണ്ട് കോടതി പുറപ്പെടുവിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. എന്താ കാര്യം? കാര്യം പലതുണ്ട്. ഇനി ഇപ്പോ ഈ പറയുന്ന പോലീസുകാർ ഈ പ്രതിയെ കണ്ടെത്താൻ കഴിയുന്നില്ലെന്നോ അല്ലെങ്കിൽ ഒളിവിലാണെന്നോ എന്നുള്ള കാരണങ്ങളൊക്കെ പറയുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം എന്ന് പറയുന്നത്. ആർക്കെതിരെയാണ് കേസ്? MA ഷഹനാസിനെതിരെ നോൺ ബെയിലബിൾ ആയിട്ടുള്ള അറസ്റ്റ് വാറണ്ട്, ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് ഈ പറയുന്ന ഷഹനാസിനെതിരെ നിലനിൽക്കുന്നു. 2023 കോഴിക്കോട്ടെ മജിസ്ട്രേറ്റ് കോടതി പുറപ്പെടുവിച്ച നോൺ ബെയിലബിൾ അറസ്റ്റ് വാറന്റാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഷഹനാസ് എല്ലാ അർത്ഥത്തിലും തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും പറ്റിപ്പിൻ്റെയും ആൾമാറാട്ടത്തിൻ്റെയും വ്യാജത്തിൻ്റെയും ഒക്കെ ഒരു ടോട്ടൽ ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ, അല്ലേ? ഇപ്പൊ ഇത്രയും കാലമായിട്ട് നമ്മൾ ഈ ഷഹനാസിനോട് ചോദിച്ചു കൊണ്ടിരുന്ന പല ചോദ്യങ്ങൾ, കേരളത്തിന്റെ പൊതുസമൂഹം ചോദിച്ചു കൊണ്ടിരിക്കുന്ന പല ചോദ്യങ്ങൾ, അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ പറയുന്നു. ഇപ്പൊ ഷഹനാസ് പറഞ്ഞത് എന്താണ്? രാഹുൽ മാങ്കൂട്ടം കോഴിയാണ്, അവൻ കോഴിത്തരം എന്നോട് കാണിച്ചു, ഞാൻ അതുകൊണ്ട് അവരെ മാറ്റി നിർത്തി. ഇതെപ്പോഴാ കാണിച്ചത്? 2020 അല്ലേ എന്നാണല്ലോ പറഞ്ഞത്. ആ വ്യക്തി നിരന്തരമായിട്ട് 2020 ശേഷവും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് വലിയ ബന്ധം തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പോ ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഈ നിമിഷം വരെ ഷഹനാസ് യാതൊരു രീതിയിലുള്ള മറുപടികൾ തന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്റർവ്യൂ പുറത്തേക്ക് വരുന്നു. ആ ഇന്റർവ്യൂവിൽ രാഹുൽ മാങ്കൂട്ടം പല കാര്യങ്ങളും പറയുന്നു. ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ തനിക്കറിയില്ല, തനിക്ക് ഓർമ്മയില്ല, തന്റെ കയ്യിൽ തെളിവുകളില്ല എന്നാണ് ഷഹനാസ് പറഞ്ഞത്, അല്ലേ? ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് ഷഹനാസിന്റെ വ്യാജ IAS, ഷഹനാസിന്റെ വ്യാജരേഖാ നിർമ്മാണം, ഷഹനാസിന്റെ ആൾമാറാട്ടം, ഷഹനാസിന്റെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പല കാര്യങ്ങളും പുറത്തേക്ക് വരികയാണ്. ഇതിനെക്കുറിച്ചൊന്നും ഷഹനാസിന് മറുപടിയില്ല. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഷഹനാസ് പറഞ്ഞതിന് എന്താണ് ഷഹനാസ് നിന്റെ കയ്യിലുള്ള തെളിവ്? ഒരു തെളിവുമില്ല. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടം ഒരു പരാതി DGPക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു ഡിഫമേഷൻ കേസ് ഈ ഷഹനാസിനെതിരെ ഒരു വക്കീൽ നോട്ടീസും രാഹുൽ മാങ്കൂട്ടം അയച്ചിട്ടുണ്ട്, ഇല്ലേ? അയച്ചിട്ടുണ്ട്. എന്താണെങ്കിലും കോടതിയിൽ വരേണ്ടി വരുമല്ലോ, അന്വേഷണം നടത്തേണ്ടി വരുമല്ലോ. ഇനിയിപ്പോൾ നടത്തിയില്ലെങ്കിലും ഇപ്പം അടുത്ത സർക്കാർ വരുന്നതോടുകൂടി അന്വേഷണം ഗംഭീരമായിട്ട്, ഇപ്പം നടന്നിട്ടില്ലെങ്കിലും അടുത്ത സർക്കാർ വരുന്നതോടുകൂടി അന്വേഷണം ഗംഭീരമായിട്ട് നടക്കുമെന്നുള്ള കാര്യത്തിലും എന്തെങ്കിലും തർക്കമുണ്ടോ? ഇല്ലല്ലോ. അപ്പം അത് നടക്കേ മതിയാവുകയുള്ളൂ. ഇവള് പക്ക ഫ്രോഡാ, പല രീതിയിൽ ഫ്രോഡാ. അപ്പോൾ ഇവളെ ന്യായീകരിച്ചുകൊണ്ട് പല ആളുകളും പല രീതിയിലും പല കുറിപ്പുകളും അവിടെയും ഇവിടെയും ഒക്കെ കാണുന്നുണ്ട്. ന്യായീകരിച്ചോട്ടെ, എത്ര വേണമെങ്കിലും ന്യായീകരിച്ചോട്ടെ, അതിലൊന്നും ഇവിടെ ആർക്കും ഒരു വിരോധവുമില്ല. പക്ഷേ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ എവിടെ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ. ഒരു ന്യായീകരണത്തിലും ഒരു ചോദ്യങ്ങൾക്കും മറുപടിയില്ല. ചില ന്യായീകരണ തൊഴിലാളികൾ പറയുന്നത് എന്താണ് പറയുന്നത്? ചില ന്യായീകരണ തൊഴിലാളികൾ പറയുന്നു,
ഷഹനാസിനോട് ഇത്രയധികം ചോദ്യങ്ങൾ ചോദിക്കുന്നതും വിമർശിക്കുന്നതും ഷഹനാസിൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണ് എന്ന്. ഇവിടെ ഷഹനാസിൻ്റെ സൗന്ദര്യമൊന്നുമല്ല വിഷയം. ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഈ ഷഹനാസ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ ട്രാപ്പിലാക്കണം, നിനക്ക് ഞാൻ പണി വെച്ചിട്ടുണ്ടടാ എന്നുള്ള മട്ടിൽ വളരെ ഗൂഢമായ പദ്ധതികളുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും തുടർന്നു കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഷഹനാസിന് പിന്നിൽ ആരാണ്? ആരൊക്കെ ചേർന്നാണ് ഷഹനാസിന് പണം നൽകുന്നത്? ആരൊക്കെ ചേർന്നാണ് ഷഹനാസിനെ തീറ്റിപ്പോറ്റുന്നത്? ആരൊക്കെ ചേർന്നാണ് ഷഹനാസിന് വേണ്ട സുഖസൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ദീപ ജോസഫ് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നത്. ദീപ ജോസഫ് എന്താണ് പറഞ്ഞത്? ദീപ ജോസഫ് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ സരീന് ദുബൈയിലുള്ള കണക്ഷൻ, ഇതൊക്കെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റ് 20 മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ദീപ ജോസഫിനെ പോലെയുള്ള ആളുകൾ കൃത്യമായിട്ടും തെളിവുകളടക്കം ഈ കാര്യങ്ങൾ നമ്മിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ദുബൈ കണക്ഷൻ, ആ ദുബൈ കണക്ഷനിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വലിയ ഒരു അന്വേഷണം വേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ദുബൈ കേന്ദ്രീകരിച്ചുള്ള ഇടപാടുകളിൽ ഹവാല ഇടപാടുകൾ വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. ഈ ഹവാല ഇടപാടുകളുടെയും സ്വർണ്ണക്കടത്തിൻ്റെയും ഒക്കെ ക്യാരിയേഴ്സും ഇടപാടുകാരുമായിട്ടുള്ള ആളുകളാണ് ഈ ഷഹനാസിനെ പോലെയുള്ള ആളുകൾ. നിങ്ങൾ നിരന്തരമായി ഇവർ തുടർച്ചയായി നടത്തുന്ന ഇവരുടെ വിദേശ യാത്രകൾ എന്ന് പറഞ്ഞാൽ, വിദേശത്താണ് ജോലി, വിദേശത്ത് വിസയുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള വ്യക്തി നിരന്തരമായിട്ട് കേരളത്തിൽ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ഈ തുടരെയുള്ള വരവും പോക്കും അത് സ്വർണ്ണക്കടത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഏത് രീതിയിൽ പണ്ട് സ്വപ്ന സുരേഷും സംഘവും ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണം കടത്തിയതുപോലെ, KT ജലീൽ അടക്കമുള്ള ആളുകൾ ഖുർആന്റെ ഇടയിൽ പോലും സ്വർണം വെച്ച് കടത്തിയതുപോലെ ഈ പറയുന്ന സ്വർണ്ണക്കടത്തിൻ്റെ ആളുകളാണ് ഈ പറയുന്ന ഷഹനാസും സംഘവും എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇവരെ തീറ്റിപ്പോറ്റുന്ന വലിയ ഒരു സംഘം ഇവരുടെ പുറകിലുണ്ട്. ഇവരൊക്കെ കാരിയേഴ്സാണ്, ഹവാല ഇടപാടുകളുടെ കണ്ണികളാണ് ഈ പറയുന്ന ഷഹനാസ് അടക്കമുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, ഇവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ചൊക്കെ വലിയ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ ഇത്തരക്കാർ രാഹുൽ മാങ്കൂട്ടം വേട്ടയ്ക്ക് ഇറങ്ങിയതിന് പിന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, അതിൽ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് 2016 എങ്ങനെയാണോ മുഖ്യമന്ത്രി കസേരയിലേക്ക് പിണറായി വിജയൻ എത്തിയത്, അതിനെ മാതൃകയാക്കിക്കൊണ്ട് 2026 ആ കസേരയിൽ തുടരാം എന്നുള്ള ആഗ്രഹമാണ്. അതിനുവേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബലിയാടാക്കിയത്. ആ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബലിയാടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഹവാല ഇടപാടുകാരെയും സ്വർണ്ണക്കടത്തുകാരെയും ഒക്കെ അതിൻ്റെ ആയുധങ്ങളാക്കി മാറ്റുകയായിരുന്നു. മനസ്സിലായില്ലേ? ഇത് ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഒരു അണ്ടർവേൾഡ് സിനിമകളിലൊക്കെ കാണുന്ന രീതിയിൽ ആദ്യം ഇവരെ കാരിയേഴ്സാക്കും, പിന്നെ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യും, പിന്നെ അവർക്കതിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റാത്ത അവസ്ഥയാക്കും, പിന്നെ അവരതിന് നിർബന്ധിതരാകും. ആ രീതിയിലാണ് ഈ പറയുന്ന ഷഹനാസിനെയും സംഘത്തെയും CPM ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഏതോ ഒരു നിമിഷത്തെ പൈസയോടുള്ള ആർത്തി കാരണം ഇതിൽ ചെന്ന് ചാടി, പിന്നീട് ഊരിപ്പോകാൻ നോക്കിയപ്പോൾ പിന്നീട് ഈ പറയുന്ന പല രീതിയിലുള്ള ഭീഷണികളും ബ്ലാക്ക് മെയിലിങ്ങുകളും തുടങ്ങി. അങ്ങനെ പിന്നെ അതിൽ നിലനിൽക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, പിന്നീട് ആ പേരും പറഞ്ഞിട്ട് സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടുകളും അല്ലാത്ത പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്കും ഇവരെ കൊണ്ട്. അതാണ് നമ്മൾ കണ്ട രാഹുൽ മാങ്കൂട്ടം വേട്ടയിലെ ഒരു പ്രധാനപ്പെട്ട മുഖമായിട്ട് ഷഹനാസ് മാറുന്നതിനുണ്ടായ കാരണമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഷഹനാസ് കോൺഗ്രസിൻ്റെ ലേബലിലാണ് ഈ കാലയളവിലൊക്കെ തൻ്റെ സാമ്രാജ്യം വളർത്തി വലുതാക്കിയത്. ആ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുമ്പോഴും തന്നെ കോൺഗ്രസിൻ്റെ ഇന്ദിരാഭവനിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച KP അനിൽകുമാർ എന്ന് പറയുന്ന തൻ്റെ
ആരെന്ന് ഞാൻ പറയുന്നില്ല, ഡേഷ് ആളോട് വേണ്ട വിധത്തിൽ വിധേയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഷഹനാസ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. എല്ലാ അർത്ഥത്തിലും വിധേയപ്പെട്ടുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് KP അനിൽകുമാർ മറുകണ്ഠം ചാടിയപ്പോഴും ഈ പറയുന്ന ഷഹനാസ് ഇവിടെ നിന്നത് ഒരു ഒറ്റുകാരിയുടെ റോളിലായിരുന്നു. ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചോർത്തി കൊടുക്കുന്ന ഒറ്റുകാരിയുടെ റോളായിരുന്നു KP അനിൽകുമാർ ചാടിപ്പോയപ്പോഴും. എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വന്തമായ എല്ലാമായ KP അനിൽകുമാർ ചാടിപ്പോയപ്പോഴും ഷഹനാസ് ഇവിടെ തുടരാനുണ്ടായ കാരണം അതൊരു ഒറ്റുകാരിയുടെ റോളായിരുന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടേക്ക് എത്തിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഷഹനാസാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടം വേട്ടയ്ക്ക് പിന്നിൽ വലിയ ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. ആ ഗൂഢാലോചനകളുടെ ചുരുളുകളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്.